Hi friends, welcome to Tips. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കർ റിപ്പയർ പരമായിട്ടുള്ള ഒരു വീഡിയോ. എന്തോ മിണ്ടായിരുന്നു അവിടെ ഇവിടെ എന്തോ ഇനി മിണ്ടല്ലേ പ്ലീസ്. ഹായ് ഫ്രണ്ട്സ്, സിയാൻ്റെ ടിപ്സിലെ പുതിയൊരു വീഡിയോയിൽ ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ റിപ്പയറിങ് പരമായിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ഇതിൻ്റെ കൂടെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ, അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ആർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്കും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ നോട്ടിഫിക്കേഷൻ വരും. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ഇഷ്യൂസ് ആക്ച്വലി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് വരാം. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് റിപ്പയറിങ്ങിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ബജാജിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ ഇതിന് സാരമായ വലിയ കംപ്ലൈൻറ്റോ ഒന്നുമില്ല. ഇതിൻ്റെ മേജർ കംപ്ലൈൻ്റ് ഒക്കെ വരുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതിന് കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്, ഇതിൻ്റെ സ്വിച്ചുകളൊന്നും വർക്കാകുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻറ്റ്സ് ആണ് ഈ ടച്ച് അല്ലാത്തതിൻ്റെ ഇങ്ങനെ ബട്ടൺ സ്വിച്ചിന് കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് പിന്നെ ഇതൊന്നും പവറൊന്നും കൊടുക്കേണ്ടായിരുന്നു. നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടെ ഇത് സ്വിച്ചിന് കംപ്ലൈൻ്റ് ആണ് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ സ്ക്രൂസ് ഒക്കെ ലൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മൊത്തം 7 സ്ക്രൂ ഉണ്ടായിരുന്നു. നമ്മൾ 7 സ്ക്രൂ നൈസായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഈ ഒരു വയർ നമ്മൾ റിമൂവ് ചെയ്ത് വിടുക. ഓക്കെ, അപ്പം ഞാൻ ഈ സെഷൻ ഒന്നും നോക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഓൾറെഡി ഓക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നോക്കുന്നില്ല. നമുക്ക് എന്തായാലും സ്വിച്ചസ് ഒന്ന് നോക്കാം. സ്വിച്ചസിൻ്റെ കംപ്ലയിൻ്റ് ആണ് മെയിനായിട്ട്. എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി ഇതൊന്ന് റിപ്പയർ ഒക്കെ ചെയ്തതാണ് കേട്ടോ. കാരണം ഇവിടെ കുറേ സ്വിച്ച് റീപ്ലേസ് ചെയ്തതായിട്ടുള്ള പാട് കാണുന്നുണ്ട്. ഇത് ഇവിടെ ഒന്ന് നോക്കാം. പിന്നെ പവർ ബട്ടൺ ആയിരിക്കും മെയിനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ പവർ ബട്ടൺ എന്തായാലും പവർ ബട്ടൺ നോക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി കണ്ടിന്യൂറ്റി ഇടാം. കണ്ടിന്യൂറ്റി ഇട്ടതിന് ശേഷം നോക്കാം ഇതിനകത്ത് പവർ ബട്ടൺ വർക്കാവുന്നു ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കാം. പവർ ബട്ടൺ വർക്കാവുന്നില്ല. അതിനുശേഷം അടുത്ത് ഞാൻ അടിയിൽ പ്രസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടണം. കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. അടുത്തതിൻ്റെ നോക്കാം. അടുത്തതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഇതിൻ്റെ ഒന്നും കിട്ടുന്നില്ല, കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഈ ബട്ടൺ ഇതും കിട്ടുന്നില്ല. ഫ്രണ്ട്സ്, ഈ ഒരു ബട്ടൺ കിട്ടുന്നുണ്ട്, ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്യാം. കിട്ടുന്നത് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇതൊന്നും ഓക്കെയാണ്. പിന്നെ അതിനുശേഷം ഇതും കിട്ടുന്നില്ല. അങ്ങനെ ഫ്രണ്ട്സ്, ഒരു സ്വിച്ച് മാത്രമേ ഉണ്ട് വർക്ക് ചെയ്യുന്നത്, ബാക്കി ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ സ്വിച്ചിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മൈക്രോ സ്വിച്ചിന് 4 ലെഗ്സ് ആണുള്ളത്. ഇതിനകത്ത് ഈ ലെഗ് ഇൻറ്റേർണലി ഷോർട്ടാണ്. അതേപോലെ ഈ ലെഗും ഇൻറ്റേർണലി ഷോർട്ടാണ്. നമ്മളെപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ രണ്ടിടത്ത് കോൺടാക്റ്റ് ആകത്തുള്ളൂ. അതായത് ഇപ്പം നോർമലി NO ആണ്, നമ്മളെപ്പോൾ പ്രസ് ചെയ്യുന്നോ അപ്പം NC ആവും. ഇതിപ്പോൾ നോർമലി ഓപ്പൺ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതും കയറി ഷോർട്ട് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതോടെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് ഞെക്കി നോക്കാം. കണ്ടോ, വർക്കാവുന്നില്ല. അതേപോലെ ഇതും ഇവിടെ വെച്ച് നോക്കാം, വർക്കാവുന്നില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുമ്പ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വർക്ക് ആവാഞ്ഞതാണ്. ഇനി ഞാനൊരു മാർക്ക് ചെയ്തിടണമുണ്ട്, അത് മാത്രം നമുക്ക് നോക്കാം. ഈ കാണുന്ന സ്വിച്ച് ഇത് മാത്രമാണ് എനിക്ക് തോന്നുന്നു വർക്ക് ആകത്തുള്ളൂ. എക്സാമ്പിൾ ആക്ച്വലി ഓക്കെ, ഈ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ കൊള്ളാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, നൈസായിട്ട് ഇതെല്ലാം ഡീസോൾഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫസ്റ്റ് നമുക്കറിയേണ്ടത് നമ്മുടെ അവൈലബിലിറ്റി സ്വിച്ചസ് ആണ്. സ്വിച്ചസ് ഞാൻ ഒന്ന് തപ്പട്ടെ, അതിനുശേഷം പറയാം ഏതൊക്കെ മാറണമെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി സ്വിച്ചിൻ്റെ അവൈലബിലിറ്റി ഒന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതല്ല, ഈ ടൈപ്പ് കുറേ സ്വിച്ചസ് ഉണ്ട്. പക്ഷേ ഇതിന് നോബ് ഇച്ചിരി കൂടുതലാണ്. നോ ഇഷ്യൂ, നമുക്കത് മോഡിഫൈ ചെയ്യാം. കാരണം തൽക്കാലം നമുക്ക് എല്ലാ സ്വിച്ചും മാറേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് എല്ലാ ബട്ടൺസൊന്നും ആൾക്കാർ യൂസ് ചെയ്യാറില്ല. കാരണം ഇത് ഞാൻ വളരെ ഡിഫിക്കൽട്ടായിട്ട് മേടിച്ച സാധനമാണ്. ഇത് ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്യാവശ്യം കാണത്തില്ല. അതുകൊണ്ട് തൽക്കാലം അവർക്ക് ഓടിച്ചു കൊടുക്കാനുള്ള രീതി നമുക്ക് ചെയ്യാം.
ഇതുപോലുള്ള സ്വിച്ചസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഓരോന്നിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. എല്ലാ ടൈപ്പ് ഈ ടൈപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള സംഭവം സെറ്റായിട്ടുണ്ട്. ഈ സ്വിച്ചിൻ്റെ നോബെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കനം നോക്കുമ്പോൾ അറിയാം ഇത് ഇച്ചിരി വലുതാണ് ഉള്ളത്. പക്ഷേ ഡയമീറ്ററൊക്കെ സെയിം ആണ്. ഈ നോബിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് നമുക്ക് ഇത് വെച്ച് മാച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് മോഡിഫൈ ചെയ്യാം, നോ ഇഷ്യൂ. പിന്നെ ഇതിൻ്റെ ഇച്ചിരി വലിയ ടൈപ്പ് ഉണ്ട്, എന്തായാലും ഇതിനകത്ത് പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഈ ടൈപ്പും ഉണ്ട്, ഇതും എന്തായാലും ഇതിൻ്റെ കൂടെ പറ്റത്തില്ല. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് റിക്വയർമെൻറ്റ് ഇതാണ്. ഈ ഒരു കുക്കറിന് 10 സ്വിച്ചസ് ആണുള്ളത്. നമുക്ക് ഈ 10 സ്വിച്ചസ് ആക്ച്വലി മാറേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്നത് ഓൺ ഓഫ് ബട്ടണും അതേപോലെ ടെമ്പറേച്ചർ അപ്പ് ആൻഡ് ഡൗണും പിന്നെ ഈ പറഞ്ഞ ഹോട്ട് ബോൾട്ടും മാത്രമേ ഉള്ളൂ. അപ്പം തൽക്കാലം നമുക്ക് 4 മാറിയാൽ മതി, ബാക്കി നമുക്ക് ആസ് ഇറ്റ് ഈസ്. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് വേണ്ടത് സോൾഡറിങ് അടിപൊളിയായിട്ട് ചൂടായിരിക്കണം. ഓക്കെ, പിന്നെ അതിന് ശേഷം ഡീസോൾഡറിങ് പമ്പാണ്. ഈ പമ്പ് എന്ന് പറയുന്നത് നമുക്ക് നൈസായിട്ട് ഡീസോൾഡർ ചെയ്യണം. അപ്പം നല്ല സ്മൂത്തായിട്ട് ഡീസോൾഡർ ആവാനുള്ള ടെക്നിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് അഴിക്കേണ്ട സ്വിച്ചിൻ്റെ അവിടെ കുറച്ച് ഫ്ലെക്സ് നമ്മൾ യൂസ് ചെയ്യുക, എന്നാലും ഇത് സ്മൂത്തായിട്ട് അഴിഞ്ഞു വരത്തുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് നേരെ ഇത് ഡീസോൾഡർ ചെയ്യാം. ഡീസോൾഡർ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പമ്പ് ഓൺ ചെയ്യുക. സൂപ്പറായിട്ട് വന്ന് വർക്കാവുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ PCB വെക്കുന്ന സ്റ്റാൻഡ് ആക്ച്വലി ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇത് ഇച്ചിരി അഴിയാൻ ബാലൻസ് ഉണ്ട് കേട്ടോ. ഇത് ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന ആംഗിളിൻ്റെ ഇഷ്യൂ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ സ്വിച്ച് ഏകദേശം എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിഞ്ഞെടുക്കാം. അപ്പോൾ നൈസായിട്ട് നൂരി വരും. കണ്ടോ? 1 2 പിന്നെ അതായിരുന്നു നമ്മുടെ അടുത്തത്. നൈസായിട്ട് ഊരിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഓക്കെ, അപ്പം നല്ല പെർഫെക്റ്റായിട്ട് അഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം, ഇതൊന്ന് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പം ഈ പഴയ സ്വിച്ചിൻ്റെ സെറ്റപ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ 2 സംഭവം ഇൻറ്റേർണലി ഷോർട്ടായിരിക്കും. കണ്ടോ? ഇത് ഷോർട്ട്, ഇതിൽ ഷോർട്ട്. കണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് തമ്മിലാണ് നമുക്ക് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വിച്ചിങ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പോയിന്റിലാണ് നമ്മൾ സ്വിച്ചിങ് ആകുന്നത്. എക്സാമ്പിൾ ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. കണ്ടോ? പ്രസ് ചെയ്തപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓക്കെയാണ്. ഇത് പുത്ത സ്വിച്ചാണ്. അപ്പോൾ നമ്മൾ അഴിച്ച പഴയ സ്വിച്ച് നമുക്കൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. കണ്ടോ? വർക്കാകത്തുണ്ടോ? അപ്പോൾ ഈ സ്വിച്ച് പോയതാണ്. ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്, എന്നാലും ഞാനൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. കണ്ടോ? ഇതെല്ലാം പോയതാണ്. അപ്പം ഈ ഇത്തരം സ്വിച്ച് തൽക്കാലത്തേക്ക് നമുക്ക് കളഞ്ഞേക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ 2 നോബ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പഴയതിന് ലെങ്ത് കുറവും പുതിയതിന് ലെങ്ത് കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സൈഡ് കട്ടർ എടുക്കുക. കറക്റ്റ് ഏകദേശം ഈ രീതി വെച്ചിട്ട് നമ്മൾ നേരെ ഒറ്റ കട്ടിങ് ഇത് ചെയ്യുക. കണ്ടോ? പെർഫെക്റ്റായിട്ട് കട്ടായിട്ടുണ്ട്. അങ്ങനെ അതേപോലെ നമ്മൾ 4 സംഭവം കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ 4 ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 4 ഞാൻ മാറുന്നുള്ളൂ. അതിനുശേഷം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫയൽ യൂസ് ചെയ്തുകൊണ്ട് വേണമെന്ന് സ്മൂത്ത് ചെയ്യാം ടോപ്പ് സൈഡ്, അഥവാ പരുവരി തിരിക്കുന്നതാണെന്ന് തോന്നുവാണെങ്കിൽ. നമുക്ക് പവർ ബട്ടണാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. അതിന് ഇച്ചിരി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. നേരെ ഇതിങ്ങോട്ട് കണക്ട് ചെയ്യുക, നേരെ ഇതിലോട്ട് കയറ്റുക. കണ്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സോൾഡറിങ് അടിപൊളിയായിട്ട് ചെയ്യണം. സോൾഡറിങ് ഇച്ചിരി കട്ടിക്ക് ചെയ്യണം. കാരണം ഇവിടെ ഓൾറെഡി സർക്യൂട്ട് പ്രിൻ്റൊക്കെ നേരത്തെ അഴിച്ചു പണിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊക്കെ പോയിരിക്കുവാൻ തോന്നുന്നു. അത്യാവശ്യം കുറച്ച് ഫ്ലെക്സൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കുഴപ്പമൊന്നുമില്ല, സീനില്ല. ഇതിന് ശേഷം നമുക്ക് അടുത്ത സ്വിച്ച് സെറ്റാക്കാം. അടുത്ത സ്വിച്ച് ആദ്യം ഒന്ന് കൊളുത്തി വെക്കുക. അതിനുശേഷം ഇതല്ലല്ലോ കട്ട് ചെയ്തല്ലേ, ഇവിടോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് വെക്കുക. അതേപോലെ ലാസ്റ്റ് ബട്ടൺ ഇനി നമുക്ക് നേരെ ഇത് അടിപൊളിയായിട്ടൊന്ന് സോൾഡർ ചെയ്ത്. ഇതൊക്കെ നല്ല പെർഫെക്റ്റ് സോൾഡർ വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ടാണ് ഈ സ്വിച്ച് മാറുന്നത്. ഈ ലാസ്റ്റത്തത് അങ്ങനെ വരാൻ കാര്യം കമ്പനിക്കാർ നേരത്തെ കൊണ്ടുവന്ന് സർവീസൊക്കെ ചെയ്തായിരുന്നു. അപ്പം നല്ല പ്രോപ്പറായിട്ട് ഡീസോൾഡർ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ആ സർക്യൂട്ടൊക്കെ കുറേ ബ്രേക്ക് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സ്വിച്ച് നമ്മൾ 4 സ്വിച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ബാക്കി സ്വിച്ചുകളൊന്നും നമുക്ക് ആക്ച്വലി യൂസ്ഫുൾ ഇല്ലാത്തതാണ്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമുക്ക് നേരെ ഇത് ബോക്സപ്പ് ചെയ്യാം. ബോക്സപ്പ് ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ നമുക്ക് നേരെ ഇത് തിരിച്ച് റീഫിക്സ് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതാത് സ്ക്രൂ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇടുക. ഓവർ ടൈറ്റ് ഒന്നും ചെയ്ത് വെറുതെ പൊട്ടിക്കേണ്ട, ഒരു മീഡിയം ടൈറ്റ് മതി. വലിയ ലിവറേജ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ.
ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട ടെസ്റ്റ് വേണം ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് മുമ്പേ നമ്മൾ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഇനി നമുക്ക് നോക്കാം. പ്രസ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇപ്പോൾ എല്ലാം കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ മാറിയത് ഈ സ്വിച്ചാണ്. ബട്ടൺ ഇവിടാണ്, അടുത്തത് ഇവിടാണ്. ഇത് ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ബോക്സപ്പ് ചെയ്യാം. ബോക്സപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ ഇൻഡക്ഷൻ കോയിലിൻ്റെ ഈ ഒരു സെഷനിൽ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എപ്പോഴും അഴിച്ചു കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഇച്ചിരി പൊക്കി ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഇത് അടച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മെഷായി സെറ്റ് ആയിക്കോളും. ഇതേ ഉള്ളൂ ഇതിനോട് ശ്രദ്ധിക്കാം, വേറെ ഒരു കാര്യമില്ല. ഇനി നേരെ ഇത് ബോക്സപ്പ് ചെയ്യാം. ഞാനിവിടെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കാരണം അവിടെ ഒന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ നേരെ ഇത് ഇവിടെ ഒരു പ്ലഗ് ഉണ്ട്, ഇത് നേരെ പ്ലഗ് ഇൻ ചെയ്യുക. ഓക്കെ, പിന്നെ അതിന് ശേഷം നേരെ ഇത് ബോക്സപ്പ് ചെയ്യുക. ബോക്സപ്പ് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിയ ഓവർ ടൈറ്റ് ഒന്നും ഇതിനത് ചെയ്യരുത്, കാരണം ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ കളികളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്ക്രൂ ബോക്സപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ സ്വിച്ചുകൾ നമ്മൾ മാറിയത് ഇതും ഈ രണ്ട് സ്വിച്ചും ഈ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് ഓണായിട്ടുണ്ട്. ഈ ഹോട്ട് പോട്ട് ഓണായിട്ടുണ്ട്. അപ്പും ഡൗണും ഒക്കെ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. എക്സാമ്പിൾ അല്ല, അപ്പ് ഡൗൺ ഒക്കെ പക്ക വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ E1 എന്നുള്ള ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡക്ഷൻ കണ്ടെയ്നർ ഇല്ലാത്തതുകൊണ്ടാണ്, ആ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വാണിംഗ് E1 കാണിച്ചേക്കുന്നത്. നമ്മൾ വൺസ് ഇൻഡക്ഷൻ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ, അതായത് പാത്രം വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് നോർമലാവും. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്രിമിൻ ടൂൾ ആദ്യം വെച്ച് കാണിച്ചത്. അത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൽ സിയാൻ്റെ ടിപ്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സി യു.